ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അബ്ദുൾ റഷീദിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇരിക്കൂറിൽ സിറ്റിംഗ് MLA സജീവ് ജോസഫ് ഇങ്ങനെയുള്ള 25 MLAമാർ 25 സ്ഥാനാർത്ഥികളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഒരു ഘട്ട പട്ടിക കൂടി ഇനി വരാനുണ്ട്. അത് ഇന്ന് രാത്രിയോടുകൂടി അത് വരും എന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം ചില 5-6 സീറ്റുകളിൽ തർക്കം ഇനിയും തീരാറുണ്ട്. ഇവിടുത്തെ തിരുവനന്തപുരത്തെ ചില സീറ്റുകളിലാണ് ഇനിയും തർക്കം പരിഹരിക്കാനുള്ളത്. അതുകൂടി ഉൾപ്പെടുത്തി നാളെ അവസാനഘട്ട പട്ടികയും പുറത്തിറക്കും എന്ന് തന്നെയാണ് നേതാക്കന്മാർ അറിയിക്കുന്നത്. ഇന്ന് രാത്രി മറ്റൊരു പട്ടിക കൂടി പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതിൽ കണ്ണൂരുണ്ടാകാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? സുധാകരനുമായി പല രീതിയിൽ നേതാക്കൾ ചർച്ച മാറി മാറി നടത്തിയിട്ടും സുധാകരൻ ഒരു അനുനയ നീക്കത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കണ്ണൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ നടക്കുന്ന നീക്കം എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ കണ്ണൂരിൽ സ്ഥാനാർത്ഥി ഉണ്ടാകും. കാരണം കോന്നിയിലും കണ്ണൂരും സ്ഥാനാർത്ഥി ഉണ്ടാകാതെ ഏറെ മണിക്കൂറുകൾ ഇത് ഒഴിച്ചിടാൻ കഴിയില്ല. മാത്രമല്ല സ്ഥാനാർത്ഥി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. പിന്നീട് അത് 24 മണിക്കൂറിനും 48 മണിക്കൂറിനും ഇടയിലാണ് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചത്. ഈ 48 മണിക്കൂറും കഴിഞ്ഞ് 50-ാം മണിക്കൂറിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ രമേശ് പിഷാരടി പാലക്കാട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ സീറ്റ് ഉറച്ചിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകം തന്നെ കെ സുധാകരനുമായി ഒരു സമവായത്തിൽ എത്തിയതിനു ശേഷം കണ്ണൂരിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് ഉൾക്കൊള്ളാം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. ഇനി അഥവാ അദ്ദേഹം ഏതെങ്കിലും പേര് നിർദ്ദേശിക്കാൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ കണ്ണൂരിലെ നേതൃത്വവുമായി കൂടിയാലോചന ചെയ്ത ശേഷം നേതാക്കന്മാർ ഇന്നുകൂടി ഇവിടെ തങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവും സണ്ണി ജോസഫും KPCC അധ്യക്ഷനും ഡൽഹിയിൽ തന്നെ തങ്ങുകയാണ്. അവർ കൂടിയാലോചിച്ചതിന് ശേഷം കണ്ണൂരിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിയോഗിക്കുന്നതായിരിക്കും. ഈ മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂര് എൽദോസിനെ മത്സരിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ച അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ആ സീറ്റിലും ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അത് ഒഴിച്ചു വെച്ചുകൊണ്ടാണ് ആദ്യഘട്ട പട്ടിക പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി വരുന്ന പട്ടികയിൽ പെരുമ്പാവൂർ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ ഏത് രീതിയിലാണ്? നേരത്തെ നമ്മളെ അറിയിച്ചിരുന്നത് തൃപ്പൂണിത്തുറയിൽ കെ ബാബു മത്സരിക്കാൻ താല്പര്യം കാണിക്കാതിനെ തുടർന്ന് കെ ബാബുവും പാർട്ടി പുറത്താക്കിയതിനെ തുടർന്ന് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താകുകയായിരുന്നു. ബാക്കിയുള്ള സിറ്റിംഗ് MLAമാർക്കെല്ലാം സീറ്റുണ്ടാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ട്വിസ്റ്റ് ഉണ്ടായിരുന്നത്. ഈ നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് 26-ാം തീയതി എൽദോസ് കുന്നപ്പള്ളി പ്രതിയായിട്ടുള്ള കേസ് കോടതിയിലെത്തുകയാണ്. ആ കോടതിയിൽ കേസ് ഇറക്കുമ്പോൾ പെരുമ്പാവൂരിൽ മാത്രമല്ല മറ്റുള്ള പലയിടങ്ങളിലും മറ്റുള്ള പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൈവിട്ടതോടുകൂടി തന്നെ അദ്ദേഹവുമായി ബന്ധമില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല സ്ത്രീ സംരക്ഷകരായ അല്ലെങ്കിൽ സ്ത്രീകളോടൊപ്പം എന്നും ഞങ്ങൾ നിലയുറപ്പിക്കും എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് കോൺഗ്രസ് പിന്നീട് മുഴക്കിക്കണ്ടത്. അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ ഈ തരത്തിലുള്ള കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കടുത്ത പ്രതിസന്ധിയിലാകും എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സീറ്റ് മാറ്റി നിർത്തിയത്. അദ്ദേഹത്തിൻ്റെ ഈ പെരുമ്പാവൂർ സീറ്റ് ഇല്ലാതെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മനോജ് മൂത്തേടൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മനോജ് മൂത്തേടൻ, ഇതുകൂടാതെ ഉല്ലാസ് തോമസ് തുടങ്ങിയ നേതാക്കന്മാരുടെ ഒരു പേരുകൾ കൂടി ഉൾപ്പെടുത്തണം എന്ന് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, യാക്കോബായ വിഭാഗത്തിൽ നിന്നും 2 പേരാണ് മത്സരിക്കുന്നത്. ഒന്ന് മൂവാറ്റുപുഴയിലെ ഡോക്ടർ മാത്യു കുഴൽനാടനും രണ്ടാമത്തത് എൽദോസ് കുന്നപ്പള്ളിയും. എൽദോസ് കുന്നപ്പള്ളി മാറുകയാണെങ്കിൽ അവിടെ യാക്കോബായ വിഭാഗത്തിൽ തന്നെ ഒരാൾ തന്നെ വേണം മത്സരിക്കാൻ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അതേ തുടർന്നാണ് ഈ തീരുമാനം മാറ്റിയത്. ഇപ്പോൾ പെരുമ്പാവൂരിലെ സീറ്റ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ എന്ന രീതിയിലായിരിക്കും പേര് വരുന്നത്. കാര്യം ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെയെ കാണാൻ വേണ്ടി എൽദോസ് കുന്നപ്പള്ളി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. 6:35 അദ്ദേഹം കൊച്ചിയിൽ നിന്ന് വിമാനം കയറി ഡൽഹിയിൽ രാത്രി ഒരു 10 മണി കഴിയുമ്പോൾ എത്തും. അതിനുശേഷം കോൺഗ്രസ് നേതൃത്വത്തെ കണ്ട് തൻ്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്തുക മാത്രമല്ല ഒരവസരം കൂടി തനിക്ക് നൽകണം എന്നുള്ള ആവശ്യമാണ് ഇതിനു മുമ്പ് കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ വെക്കാനായി എൽദോസ് കുന്നപ്പള്ളി താല്പര്യപ്പെടുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ അപേക്ഷ ഈ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമോ ചെവിക്കൊള്ളുമോ എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് കണ്ടറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാളെ വരുന്ന പട്ടികയിലും എൽദോസിൻ്റെ പേരില്ല എന്നതല്ല, അതിൻ്റെ അർത്ഥം എൽദോസിനെ വെട്ടിയിരിക്കുകയാണ്. അത് മറ്റൊരാൾക്ക് സീറ്റ് കൊടുക്കുകയാണ്. അത് നാളെയായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാകുക. എന്തായാലും ഇന്ന് രാത്രി വരുന്ന പട്ടികയിൽ പെരുമ്പാവൂർ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്.
യെസ്, തുടരുക ധനസുമോദ്. ഏതായാലും ഇന്ന് രാത്രി വരുന്ന പട്ടികയിലും പെരുമ്പാവൂർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നാളെ ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കാം. മല്ലികാർജ്ജുൻ ഖാർഗെയുമായി എൽദോസ് കുന്നപ്പള്ളി ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്.